നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അല്ല, ഞാൻ അപ്പ തോന്നുന്നത് അപ്പ പറയും കേട്ടോ. അതിന് എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ? എനിക്ക് ചേച്ചി അറിയാവുന്നല്ലേ. ഇത്രയേ ഉള്ളൂ. അവൾ മനസ്സ് ശുദ്ധ. അമ്പിളി ചേച്ചി ഇനി മനസ്സിലെന്തെങ്കിലും വെച്ച് പറഞ്ഞാ പോലും ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥയാ. ഒരു കാലത്ത് ഈ കുടുംബത്തെ കുറ്റം പറയാൻ ഞാനും എന്റെ അമ്മയോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഈ തിരിച്ചറിവൊക്കെ നല്ലതാ അല്ലേ മാഷേ? ഇന്ദ്രന്റെ അനുവിന്റെയും കല്യാണ സമയത്ത് ഇവള് കോളേജിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇപ്പോ എന്റെ മഞ്ചാടി മോളുടെ പ്രായം. കൂടെ നിൽക്കുന്നവരോട് മാത്രം കൂറ് കാണിക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം കുട്ടികൾക്കപ്പോ. പക്ഷേ അവിടുന്ന് ഇത്ര വേഗം ഈ ഇരിക്കുന്ന സോനയിലേക്കുള്ള മാറ്റം അത് സമ്മതിച്ചേ പറ്റൂ. ഈ ഇതേ മനസ്സുമായി മുമ്പോട്ട് പോയാൽ നിന്റെ അമ്മയ്ക്കും മേട്ടനും ഒക്കെ വഴികാട്ടിയാവാൻ നിന്നെക്കൊണ്ട് പറ്റുമോളെ. സോന, ശ്യാമമോള് പാല് കുടിച്ചിട്ട് തൊട്ടില് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. ലച്ചുമോളും വെച്ചുമോനും അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ അവിടെ പോയി കുറച്ചേരം വിശ്രമിച്ചോ. യാത്ര കഴിഞ്ഞു വന്നല്ലേ. വേണ്ട ഏട്ടത്തി, ഞങ്ങൾക്ക് യാത്ര ചെയ്ത് ക്ഷീണമൊന്നുമില്ല. ഹോസ്പിറ്റലായിരുന്നെങ്കിൽ ഞാൻ ഈ സമയത്ത് നിക്കാൻ സമയമില്ലാണ്ട് ഓടായിരിക്കും. ശ്യാമേട്ടൻ വേണം പോയി കിടന്നോട്ടോ. ഏയ്, ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുകയാണെങ്കിലും പകൽ സമയത്ത് ഞാൻ അങ്ങനെ കിടക്കാറില്ല. ശ്യാം എന്തേലും ജോലിക്ക് ട്രൈ ചെയ്യുന്നില്ലേ? ഇതുവരെ ഒന്നും നോക്കിയില്ല. ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ല. പക്ഷെ സോന ജോലിക്ക് പോകുന്നുണ്ട്. മോളെ ആ സമയത്ത് ആരും നോക്കുന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആന്റി ഞങ്ങളോട് പിണങ്ങി ഇന്ദ്രേട്ടന്റെ അടുത്തേക്ക് വന്നല്ലോ. നിങ്ങൾക്കിനി അമ്മയുടെയും മേട്ടന്റെയും കൂടെ വന്ന് താമസിച്ചാലെന്താ? അവിടെ ആവുമ്പോ പകൽ സമയത്ത് ഭാനു അമ്മയെങ്കിലും കുഞ്ഞിനെ നോക്കാൻ കാണില്ലേ? മാത്രമല്ല, ശ്യാമമോളെ വീട്ടിലാക്കി നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയാ അമ്മ തന്നെ മോളെ നോക്കുകയും ചെയ്യും. നിങ്ങളോടുള്ള ദേഷ്യം എന്തായാലും അമ്മ ശ്യാമമോളോട് കാണിക്കില്ലല്ലോ. അത് ശരിയാ. എന്തായാലും ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഒന്ന് കഴിയട്ടെ ഏട്ടത്തെ, എന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം. അതിനിടയില് ഞാൻ ഏട്ടത്തിയോട് ഒരു കാര്യം ചോദിക്കട്ടെ? ഏട്ടത്തിക്കും മോനും അങ്ങോട്ട് തിരിച്ചു വന്നൂടെ? സത്യം പറഞ്ഞ അനുചേച്ചി ഇന്ദ്രേട്ടൻ്റെ കൂടെ ഉണ്ടാവേണ്ട സമയമാണിത്. ഇല്ലെങ്കിൽ ചിലപ്പോ ആ മനുഷ്യൻ കൈവിട്ടു പോകും. അമ്മയുടെ സ്വഭാവം അറിയാലോ. വീടിന്റെ പ്രമാണം പണയപ്പെടുത്തി ലോൺ എടുക്കാന്ന് പറഞ്ഞപ്പോ ആദ്യം അമ്മ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചപ്പോഴാ അമ്മ കൊടുത്ത തന്നെ. ഞങ്ങൾക്കും വേറെ വഴിയില്ലാത്തതുകൊണ്ട് എത്രയും വേഗം നഷ്ടപരിഹാരം കൊടുത്ത് കേസ് തീർക്കാൻ ഇന്ദ്രേട്ടനെ പ്രഷർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്താ എന്റെ ജോലി വരെ നഷ്ടപ്പെടും ഏട്ടത്തി. അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഏട്ടനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എനിക്കറിയാം സോനെ, അമ്മയ്ക്കും കൂടപ്പറപ്പുകൾക്കും വേണ്ടി ഇന്ദ്രേട്ടൻ എന്തും ചെയ്യും. സ്വന്തം ജീവൻ വേണേലും കൊടുക്കും. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊരു ചെറിയ തിരിച്ചടി ഉണ്ടായാൽ പോലും ഇന്ദ്രേട്ടന് സഹിക്കാൻ പറ്റില്ല. അത്തരം സമയങ്ങളിലെല്ലാം ഇന്ദ്രേട്ടൻ എന്നോട് മനസ്സ് തുറക്കാറുണ്ട്. ജീവിതം എന്ന് വെച്ചാ അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കുമ്പോ ആ മനസ്സൊന്ന് ശാന്താവും. പക്ഷേ ഇപ്പൊ ഇന്ദ്രേട്ടൻ എന്നെ ഓർക്കാറുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഓർമ്മയുണ്ടെങ്കിൽ മോന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞെങ്കിലും ഇന്ദ്രേട്ടൻ എന്നെ ഒന്ന് വിളിക്കേണ്ടതല്ലേ? എന്റെ മുന്നിൽ ഒരിക്കലും താടാൻ ഇന്ദ്രേട്ടൻ തയ്യാറല്ല. അതാ സത്യം. ഞാനൊരിക്കലും ഇന്ദ്രേട്ടന്റെ മുന്നിൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഈ കാര്യത്തിൽ എനിക്കൊരു വാശിയുണ്ട്. ഏതൊരു പെണ്ണും എടുക്കുന്നൊരു തീരുമാനം എന്നെ കൈയൊഴിഞ്ഞ ഇന്ദ്രേട്ടൻ തന്നെ വന്ന് എന്നെ തിരിച്ചു വിളിക്കണം.
അല്ലാതെ അനുപമ ഇനി ആ ജീവിതത്തിലേക്ക് ഉണ്ടാവില്ല. എക്സ്ക്യൂസ് മീ, എന്താ സാർ? സച്ചി ഒന്ന് കാണും. സാറ് വന്നില്ലല്ലോ. പെട്ടെന്നൊരു യാത്ര ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അയ്യോ, സച്ചി സാർ ഞങ്ങളോട് വരാൻ പറഞ്ഞാണല്ലോ. സാറിന്റെ പേരെന്താ? ഇന്ദ്രൻ. ഓക്കെ, നിങ്ങൾ വരുന്ന കാര്യം വിളിച്ച് പറഞ്ഞിരുന്നു. മാനേജറെ കണ്ടാ മതി, അകത്തേക്ക് പൊയ്ക്കോളൂ. വാ. സർ, സർ, നിങ്ങൾ എത്തിയല്ലേ? സച്ചി സാർ എപ്പോഴും വിളിച്ചു പറഞ്ഞത് ഇന്ദ്രന്റെ കാര്യ. രഘുവിന് സച്ചിയുടെ കമ്പനിയിൽ ജോലി കിട്ടുകയായിട്ട് ഞാൻ അറിഞ്ഞു. പക്ഷേ ഫിനാൻസ് കമ്പനിയുടെ മാനേജർ പോസ്റ്റാണെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ഞാനിത് പ്രതീക്ഷയല്ല അങ്കിൾ. സച്ചി സാറിന് തോന്നിയ കാരണം. അങ്കിൾ ഇരിക്കിന്ദ്രൻ. സച്ചി സാർ വിളിച്ചു പറഞ്ഞ പ്രകാരം അഡ്വക്കേറ്റിനെ കൊണ്ട് എഗ്രിമെന്റ് ഒക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ക്യാഷും എടുത്തു വെച്ചു. ഡോക്യുമെന്റ്സ് ഉണ്ടോന്നില്ല ഇന്ദ്ര? പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊടുക്കുന്നില്ല. ഇന്ദ്ര, ഈ ഷോപ്പ് അനുപമയുടെ പേരിലാണല്ലോ. ഞാനന്ന് ഷോപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അനുവിൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. പിന്നെ എപ്പോഴും അത് ഇന്ദ്രൻ്റെ പേരിലേക്ക് മാറ്റാൻ പോകുമെന്ന് കേട്ടിരുന്നു. ആ അതെ, പക്ഷെ ഒരു ബാങ്ക് ലോൺ എടുക്കാൻ വേണ്ടി എൻ്റെ പേരിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അനുപമയുടെ പേരിൽ തന്നെ ആ ലോൺ എടുക്കുകയായിരുന്നു. ഷോപ്പ് അവളുടെ പേരിലാണെന്നല്ലേ ഉള്ളൂ. ബിസിനസ് ഞാനല്ലേ നടത്തുന്നത്. ഇന്ദ്ര, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്ഥാപനം പണയം വെക്കുമ്പോൾ അതിൻ്റെ ഉടമയുടെ സമ്മതം വേണ്ടേ? ഇതിലിത്ര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്ന് വിളിച്ചു പറഞ്ഞ അനു ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കൂലേ? ഇല്ലെങ്കിൽ അതിനുള്ള ടൈമൊന്നുമില്ല ഇനി. രഘു, പ്ലീസ് സഹായിക്കാമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കോ? ഇല്ലെങ്കിൽ എൻ്റെ അനിയത്തി ജയിലിൽ പോകേണ്ടി വരും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ദിര? ഞാൻ ഒരു സ്റ്റാഫ് മാത്രമല്ല. കമ്പനി റൂള് എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. സച്ചി സാർ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പണം തരാൻ റെഡിയാ. ഇന്ദ്രനൊന്ന് വിളിച്ച
രഘു, സച്ചിയെ ഇപ്പോൾ വിളിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. നീ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് ഇന്ദ്രന്റെ സൈൻ വാങ്ങിച്ച് പണം കൊടുത്തു. അനുപമയുടെ സമ്മതപത്രത്തിൽ നമുക്ക് പിന്നീട് സൈൻ ചെയ്യിക്കാം. അങ്കിൾ അത് അനു ആയതുകൊണ്ട് കുഴപ്പമില്ല രഘു. നമ്മൾ പറഞ്ഞാൽ അവിടെ അനുസരിക്കും. രഘു, ദയവ് ഇതെന്നെ സഹായിക്കണം. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. പ്ലീസ്. ശരി, എന്റെ ജോലിയെക്കുറിച്ച് ഞാൻ തൽക്കാലം ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഞാൻ നിന്നെ വിശ്വസിച്ച് പണം തരാം. പക്ഷെ എത്രയും വേഗം അനുപമയുടെ സമ്മതപത്രം ഇന്ദ്രൻ തന്നെ സൈൻ ചെയ്ത് വാങ്ങിത്തരണം. പിന്നെ അതും കൂടി എന്നെ ഏൽപ്പിക്കരുത്. ശരി, സമ്മതിച്ചു.